നമ്മൾ എല്ലാവരും അറിയാൻ വേണ്ടി ഞാനൊരു സാധാ ഡ്രൈവറാണ്. ഡ്രൈവർ വെച്ചാൽ 30-35 കൊല്ലമായിട്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. ഈ വെഹിക്കിൾ പിടിച്ച് അമിതമായ പെറ്റി എഴുതുവാണ്. ഈ പെർമിറ്റ് വിഷയമാണ് ഇത്. സർക്കാർ ഈ പെർമിറ്റൊന്ന് കൊടുക്കാൻ മേലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഇതിനു മുമ്പ് വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ വെഹിക്കിൾമാർ പിടിച്ച് 10,000 രൂപയ്ക്ക് പെറ്റി എഴുതുവാണ്. ഈ ഓണർമാർ ഈ ടാക്സും അടച്ച് ഈ പ്രസ്ഥാനം എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് അവർക്കേ അറിയത്തുള്ളൂ. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ, ഈ തൊഴിലാളികളുടെ ഈ ക്ഷേമതയും ഈ വണ്ടിയിലാണ് അടയ്ക്കുന്നത്, ഈ ഓടുന്ന വണ്ടികളിൽ. ഈ വണ്ടികളൊക്കെ നിന്ന് പോയാൽ ഞങ്ങളുടെ ജീവിതമാർഗ്ഗം കൂടെ മുട്ടുവാണ്. അപ്പം ഇത് ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയുന്നൊരു പ്രസ്ഥാനമാണ് പ്രൈവറ്റ് ബസ്. അതിലിങ്ങനെ സർക്കാർ ദ്രോഹിക്കുന്നത് ശരിയല്ല. ഇപ്പം എല്ലാ ആവശ്യങ്ങൾക്കും പ്രൈവറ്റ് വണ്ടി ഓടുന്നുണ്ട്. ഇപ്പോൾ വയനാട് പല വണ്ടികൾ ഓടുന്നുണ്ട്. ഇതൊക്കെ സർക്കാരിന് ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ ഞങ്ങളോട് ദയ കാണിക്കണം. അപ്പോൾ ഞങ്ങളോട് ദയ കാണിക്കണമെന്ന് പറയാൻ കാരണം ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ജോലിക്കാർ ഈ പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രസ്ഥാനം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് തൊഴിലുള്ളൂ. അതേമാതിരി ഈ ഓണർമാർ എല്ലാ വണ്ടിയും തന്നെ ഫൈനാൻസ് ഇട്ട് എടുത്തേക്കുന്നതാണ്. ഈ പെറ്റി വരുമ്പോൾ ഈ ടാക്സ്, ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കുമ്പോൾ ഫൈനാൻസ് വരെ അടയ്ക്കാൻ മേലാത്തൊരു അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാരൊന്ന് കണ്ണ് തുറന്നേ പറ്റുള്ളൂ. അപ്പം തൊഴിലാളികൾക്ക് വേറൊരു മാർഗ്ഗമില്ല. തൊഴിലാളികൾ അരി മേടിക്കണേ ഈ വണ്ടി ഓടിച്ചിട്ട് വേണം. അപ്പോൾ ഈ 140 മേപ്പോട്ടുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ കോടതി ഓർഡറുണ്ട്. വണ്ടി ഓടാൻ വേണ്ടി ഈ പെർമിറ്റ് ഒന്ന് പുതുക്കി കൊടുക്കാൻ മേലെ. ഈ പെർമിറ്റ് ഒന്ന് പുതുക്കി കൊടുത്ത് ഇത് KSRTC ഓടേണ്ട, KSRTC ഓടിക്കോട്ടെ. KSRTC ഇഷ്ടംപോലെ റൂട്ടുകളുണ്ട്. അപ്പോൾ ഇത് സർക്കാർ ഇതിന് ഒരു തീരുമാനം എടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് തൊഴിലാളികളുടെ അരിപ്രശ്നമാണ്. അപ്പോൾ അത് എന്നാന്ന് വെച്ചാൽ സർക്കാർ ഇത് കാണാത്ത കാരണമൊന്നുമല്ല, ഇത് കണ്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. പിള്ളേരെ കയറ്റുന്നുണ്ട്. പിള്ളേരുടെ ST ഒക്കെ കൊടുത്താണ് ഈ പ്രൈവറ്റ് വണ്ടി ഓടുന്നത്. ആ പ്രൈവറ്റ് വണ്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് വളരെ മോശമാണ്. ഞാൻ എൻ്റെ എളിമയോട് പറയുന്നു. എൻ്റെ സുഹൃത്തുക്കളെല്ലാം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാം ഷെയർ ചെയ്യുക. എളിമയായിട്ട് ഞാൻ പറയുന്നതാണ്. ഈ പ്രസ്ഥാനം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ മുതലാളിമാർക്ക് ഇത് ഓടിയിട്ട് എന്നാ കിട്ടുന്നത്? ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ KSRTC ഇങ്ങനെ ടേക്ക് ഓവർ അല്ലാത്ത വണ്ടികൾ, ഉള്ള വണ്ടികൾ ഇതൊക്കെ ഇട്ട് ഓടുവാണ്. അപ്പോൾ അതിന് ഒരു തീരുമാനം എത്രയും വേഗം സർക്കാർ എടുക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതും കൊണ്ടാണ് നമ്മൾ അരി മേടിക്കുന്നത്. അതില്ലാതെ ആക്കരുത്.